Hello friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല എരിവും നല്ല മധുരമൊക്കെ തന്നെയുള്ള നല്ലൊരു ശർക്കര മാങ്ങ അച്ചാറാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഗീ റൈസിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു അച്ചാർ. അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പച്ചമാങ്ങയല്ല, എന്നാൽ പഴുത്തിട്ടുള്ള മാങ്ങയല്ല, ഒന്ന് പഴുക്കാനായിട്ടൊന്ന് ചെനഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഒരു മാങ്ങയാണ് വേണ്ടത്. അതുപോലെ തന്നെ മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങ നോക്കി തന്നെ എടുക്കുക. നല്ല മധുരമുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നല്ല പുളിയുള്ള ഒന്ന് പഴുക്കാൻ തുടങ്ങിയിട്ടുള്ള അതുപോലെ ചെനഞ്ഞിട്ടുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തോല് അധികം കട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തോല് കളയുന്നില്ല. തോലോടുകൂടെ തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പീസായിട്ട് തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാങ്ങയുടെ തോല് നല്ല കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കണ്ട. ആ തോലൊന്ന് കളഞ്ഞതിന് ശേഷം മാത്രം മുറിച്ചെടുത്താൽ മതി. കാരണം ചില മാങ്ങയുടെ തോലിനൊക്കെ തന്നെ ഒരു ചവർപ്പ് ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വലിയ ക്യൂബ്സായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 3 മാങ്ങയും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ജീരകം ചേർക്കുന്നുണ്ട്, ചെറിയ ജീരകം. അപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. കടുകും ഉലുവയും മാത്രം മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ആ ഒരു കടുകും ഉലുവയും ജീരകമൊക്കെ തന്നെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങണം. അപ്പോൾ ആ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ തന്നെ വരും. ഇപ്പോൾ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അതേ കടുകും ഉലുവയും ജീരകവും കൂടിയുള്ള ആ ഒരു പൊടി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നല്ലെണ്ണ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് പൊട്ടി തുടങ്ങും. ഇതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനായിട്ട് 2 പച്ചമുളക് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ പൊതുവേ നമ്മൾ അച്ചാറൊക്കെ തന്നെ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കാറുണ്ട്, പക്ഷേ ഇഞ്ചി ചേർക്കാറില്ലല്ലേ. പക്ഷേ ഈ ഒരു അച്ചാറിന് ഇഞ്ചി ആവശ്യമാണ്. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടി അല്ല കയ്യിൽ സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കായമാണ് വേണ്ടത്. അപ്പോൾ പൊടിച്ച കായ ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ കായം പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫായിട്ടാണ് ഇരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ആ ഒരു എണ്ണയുടെ ചൂടിൽ തന്നെ നമ്മുടെ ഈ ഒരു പൊടികളുടെയൊക്കെ തന്നെ പച്ചമണം നന്നായി മാറിക്കിട്ടും. അത്യാവശ്യം കട്ടിയുള്ള പാൻ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ പൊടികളുടെയൊക്കെ തന്നെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മാങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് ആ ഒരു മുളകും ഇതൊക്കെ തന്നെ ഈ ഒരു മാങ്ങയായിട്ട് നന്നായിട്ട് ഇതുപോലെ കോട്ടായി വന്നതിന് ശേഷം മാത്രം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മാങ്ങ കഷ്ണം ഇട്ടതും ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അടിയിലുള്ള ആ ഒരു പൊടികളൊക്കെ തന്നെ കരിഞ്ഞ് കളർ ചേഞ്ചും വരും, ടേസ്റ്റും മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ടു മീഡിയത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മാങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഒരു എണ്ണയിൽ തന്നെ കിടന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു മാങ്ങയൊക്കെ തന്നെ ഒരു നല്ലൊരു ഒന്ന് കുഴഞ്ഞു വരുന്ന ആ ഒരു പരുവെത്തും. നന്നായിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്യല്ല, എന്നാലും ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഇതുപോലെ ഒന്ന് വഴന്ന് വരണം. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമൊന്നും അല്ല, നോർമൽ വെള്ളം തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും.
ഇനി ഈ വേവുന്ന സമയത്ത് നമുക്കൊരു പാനിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ശർക്കര ചേർത്തിട്ടുണ്ട്. ശർക്കര പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊരു പാനി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ശർക്കരയിൽ കല്ലില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാനിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ശർക്കര നമ്മൾ ഈ ഒരു അച്ചാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ആ ഒരു ശർക്കരയുടെ അളവും മാങ്ങയുടെ പുളി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമുക്കൊരു 1/4 കപ്പൊക്കെ തന്നെ ശർക്കര വരെ എടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ തന്നെ ഉരുകി നന്നായിട്ടൊന്ന് പാനിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങയും അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഒരു 1/4 വേവോളം തന്നെ ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളവും മുഴുവനായിട്ടും വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് ഞാനൊരു ശർക്കരപ്പാനിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അരിപ്പ വെച്ചിട്ട് ഒഴിക്കുമ്പോൾ അതിലെങ്ങാനും കല്ലുണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടിക്കോളും. അപ്പോൾ പാനി മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആ ഒരു ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് ആ ഒരു ബാക്കി വേവും കൂടെ ഈ ഒരു മാങ്ങ വെന്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ശർക്കരപ്പാനിയൊക്കെ തന്നെ മാങ്ങയൊന്ന് വലിച്ചെടുക്കും. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കടുകും ജീരകവും ഉലുവയും കൂടിയുള്ള ഒരു പൊടി ഉണ്ടല്ലോ, ആ ഒരു പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു പൊടി എല്ലാ വശത്തേക്കും എത്തത്തക്ക വിധത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതിലേക്ക് ഉപ്പോ മധുരമോ എരിവോ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊന്ന് നോക്കുക. കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ എരിവാണ് കുറവായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഉപ്പ് മാത്രമാണ് ഒരല്പം കുറവായിട്ട് തോന്നിയുള്ളൂ. അതുകൊണ്ട് ഞാനൊരല്പം ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഒഴിച്ചിരിക്കുന്ന ആ ഒരു ശർക്കരപ്പാനിയും അത്യാവശ്യം ഒന്ന് വറ്റി വരണം. മുഴുവനായിട്ടും വറ്റണ്ട, എന്നാലും ആ ഒരു 1/4 ഒന്ന് വറ്റി വരണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വറ്റി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനീഗറും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാനുള്ളതാണെങ്കിൽ വിനീഗർ ഒഴിക്കേണ്ട, എന്നാൽ കുറച്ച് അധികം നാൾ കേടാവാതെ ഇരിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ വിനീഗർ ചേർക്കണം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറാണ് ഈ ഒരു സമയത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. വിനീഗറും കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ വിനീഗറും കൂടെ ഇതുപോലെ ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അച്ചാർ ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ഗീ റൈസിൻ്റെ കൂടെയാണെങ്കിലൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു അച്ചാർ. പിന്നെ നമ്മൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയതും അപ്പം തന്നെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഒരു 2 ദിവസം നമ്മൾ അടച്ചു വെച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോഴാണ് ആ ഒരു മധുരവും പുളിയും എരിവും ഒക്കെ തന്നെ കറക്റ്റായിട്ട് ആ ഒരു മാങ്ങയിലേക്ക് പിടിച്ച് കിട്ടുള്ളൂ. അതുപോലെ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രം നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലേക്കോ ഭരണിയിലേക്കോ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ വിനീഗറൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ അധികം നാളൊന്നും ഇവിടെ ഇരിക്കില്ല, പെട്ടെന്ന് തന്നെ എടുത്ത് തീർത്തോളും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും നല്ല എല്ലാത്തിൻ്റെ കൂടെയും ഇവിടെ കഴിക്കുന്ന ഒരു അച്ചാറാണ്. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു മാങ്ങ സീസണൊക്കെ തന്നെയാണ്. ഇപ്പോൾ പച്ചമാങ്ങനേക്കാളും കൂടുതൽ ആ ഒരു ചെനഞ്ഞ ടൈപ്പിലുള്ള മാങ്ങകളല്ലേ മാവിലൊക്കെ അധികം ഉള്ളത്. അപ്പോൾ ഇനി ആ ഒരു ടൈപ്പ് മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഈ അച്ചാർ കഴിക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും ഉണ്ടാക്കേണ്ട ഒരു അച്ചാർ തന്നെയാണിത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റും കൂടിയാണിത്. അപ്പോൾ ഈ ശർക്കര മാങ്ങയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുകയും കൂടെ വേണേ. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.